ഈ പാരമ്പര്യമൊക്കെ പറയുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിയമ പോരാട്ടം നടത്തേണ്ടത് അറ്റൻഡൻസ് ബുക്കിന്റെ ഒരു പേജ് വലിച്ചു കയറിക്കൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ, ആ കോടതികളിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ സംസ്ഥാന സർക്കാരിനെ സമീപിക്കാമല്ലോ. നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന സിറ്റിസണല്ലേ, പൗരന്മാരല്ലേ? അപ്പോൾ ഒരു ദൗർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കൗൺസിൽ ഹാളിനകത്ത് ഒരു വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റു എന്ന് ആരോപണമുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ല, അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വനിതാ കൗൺസിലർ അർച്ചന മണിയുണ്ട്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. പെയിനെന്ന് കരുതി പറഞ്ഞ് പോയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലർമാരൊക്കെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തും, ആഹ്ലാദ പ്രകടനം നടത്തും, മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൽ മര്യാദയ്ക്ക് നിരക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും ചെയ്യണം. പക്ഷേ പരസ്പരം ഹാജർ ബുക്ക്, ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിനപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്തിനാ പറയുന്നത്? അത്ര എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ. ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരുടെയും ഒപ്പുരേഖകളുണ്ട്. ഇത് കേസ് മാറ്റിലുള്ളതല്ലേ? അപ്പം അവിടെ നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു യോഗത്തിനെ, ഒരു നഗരസഭയുടെ ഫ്ലോറിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യാം. അവിടെ നിന്നല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായ? അവിടെ നിന്നല്ലേ എല്ലാവർക്കും ഈ അജണ്ട മുഴുവനും ചർച്ച ചെയ്യാൻ എത്ര മണിക്കൂറോടെ സമയം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടല്ലേ കൗൺസിൽ തുടങ്ങിയത്, ഈ കൗൺസിൽ യോഗം. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയും ആ മന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ ആശയപരം ഒരിക്കലും യോജിക്കാത്ത പാർട്ടികളല്ലേ. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിന് അഭിനന്ദിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ പറഞ്ഞത് തുടങ്ങിയത് ഈ കൗൺസിൽ യോഗം. അത് രേഖകളുണ്ടാവില്ലേ? അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്ന കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. പ്രത്യേക കൗൺസിൽ യോഗം പ്രധാനപ്പെട്ട അജണ്ടകൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്? തയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അതിനുള്ള അപേക്ഷ തരുമ്പോൾ 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. ഇവർ ഇന്നുവരെ 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുൻകൈ എടുത്ത് ഒരു തവണയെങ്കിലും 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ വാങ്ങിച്ചു തരൂ. ഇന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വിളിച്ചെന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഡേറ്റ് കൊടുക്കാം. കൗൺസിൽ യോഗം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു 20 പേര് ഒപ്പിട്ട ഒരു കത്ത് വെച്ച് കൗൺസിൽ യോഗം വിളിച്ചു കഴിഞ്ഞാൽ മേയർ നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ? ഒന്നുകിൽ എനിക്ക് മുനിസിപ്പൽ ആക്ട് അറിയില്ലെന്ന് പറയും. 20 പേർ ഒപ്പിട്ട ഒരു പെറ്റീഷൻ തന്നാൽ വിളിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കണ്ടേ? എന്നിട്ടെന്താ നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ഞങ്ങൾ കൊടുത്തിട്ട് വിളിച്ചില്ല. ഞാൻ ഇനി പറയാം, ആദ്യം കൊണ്ടുവന്ന കത്തിൽ ഒറ്റ ഒപ്പേ ഉള്ളൂ. മുനിസിപ്പൽ ആക്ട് വല്ലപ്പോഴെങ്കിലും വായിക്കട്ടെ, ആ ലെറ്ററിൻ്റെ റിപ്പോർട്ട് അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെന്താ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിൽ പരത്തിയത്? സുഗതൻ 2 കൗൺസിലിൽ ഒപ്പിട്ടില്ല. ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ടല്ലോ, കേസ് മാറ്റിലുണ്ടല്ലോ, രജിസ്റ്റർ ബുക്ക് മേയർ സെക്ഷനിൽ ഇരിക്കുന്നതാണ്, സമ്മതിച്ചു. കേസ് മാറ്റിലുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. സുഗതൻ 2 കൗൺസിൽ ഒപ്പിട്ടില്ലെന്നല്ലേ മാധ്യമങ്ങളോടൊക്കെ തന്നെ LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് കളവായ കാര്യമില്ലേ? അങ്ങനെ മാധ്യമ സമൂഹത്തെ കൽപ്പിക്കാം. അതുകൊണ്ടല്ലേ ഇന്നത്തെ കൗൺസിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. 3ാമത്തെ കൗൺസിൽ അദ്ദേഹം വന്നിട്ട് ഇന്ന് അയോഗ്യനാവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്താലാണല്ലോ കൗൺസിലറാവുക. ജയിലിൽ കിടക്കുന്നവന് ഞാനും അങ്ങോ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞത്. അത് ചോദ്യത്തിനൊരു കോമൺ സെൻസ് ഉണ്ട്. ഇപ്പോൾ ജയിലിൽ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തുള്ള സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അതിന് കോടതി സമീപിക്കും. ഇതൊക്കെ 2 യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. 2 തവണ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ലല്ലോ. ഇന്ന് 2.5 പേരുണ്ടായി. വേറൊരു വനിതാ കൗൺസിലർ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ നോക്കട്ടെ, ബാക്കിയെല്ലാം പരിശോധിച്ചതിന് ശേഷം അതെ, പലതരത്തിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. എല്ലാം പരിശോധിക്കട്ടെ. ഓരോ മാധ്യമങ്ങളിലും ഓരോ വിഷ്വൽസാണ് വന്നിട്ടുള്ളത്. അതെല്ലാം പരിശോധിക്കും. എനിക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് മിനിറ്റുകളിലേ ആയുള്ളൂ. പരിശോധിക്കട്ടെ, പറയാം. പരിശോധിച്ച ശേഷം നടപടി ഉണ്ടാകും. അങ്ങനെയല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ പറയുന്നതാണ്. ഷർട്ട് ചെമ്പഴം ചെയ്താൽ നേരിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഷർട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര നന്നായിട്ട് നെഞ്ച് വേദനയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ പോയിക്കിരിക്കുക. പരിശോധിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ. അല്ല, അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അത് അനുവദിക്കാനും പാടില്ല. ഈ നിങ്ങൾ രജിസ്റ്റർ ബുക്ക് വാങ്ങിയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാതെ
അവിടെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അത് മാധ്യമ പ്രവർത്തകർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രേഖകൾ നശിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഭരണസമിതി മാറിയാലും ഈ രേഖകളൊക്കെ ഇവിടെ വേണ്ടി. ആ അതാണ് വേറെ വനിതാ കൗൺസിലർ മുഖം അവർ വളരെ വലിയ പെയിനാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ചൂടുവെള്ളം വിഷ്വലുണ്ട്, അതിൻ്റെ ചൂടുവെള്ളം എടുത്ത് മുഖത്ത് ഒഴിക്കുന്നത്. ചൂടുവെള്ളം വിഷ്വലിനിപ്പോൾ ചൂടാണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ വച്ചത് ചൂടുവെള്ളമാണ്. നിങ്ങളിപ്പോൾ അത് പറഞ്ഞത് വീണ ആളാണ് പറഞ്ഞത് തിളച്ചുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മൈക്ക് പഠിക്കില്ലേ, ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ച പറഞ്ഞോ, നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചപ്പോൾ പറഞ്ഞു. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഷിബ പാർട്ടിക്ക് എന്ന കൗൺസിൽ എൻ്റെ അടുത്ത് പിടിച്ച് നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർ എടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. അങ്ങനെ മിണ്ടരെന്ന് പറഞ്ഞു. ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കുക അവിടെ എന്ന് പറഞ്ഞു. ഷിബ പാർട്ടി കൗൺസിലർ അവർ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ പിടിച്ചു. ഞാൻ പലപ്പോഴും ചോദിച്ചപ്പോൾ തന്നില്ല. അതിനുശേഷം എന്താ ഉണ്ടായി? അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്ത്. പിന്നെ ഇത് ആരാ വാങ്ങിയത്? ഈ ബുക്ക് താങ്കളുടെ കയ്യിലാണോ ബുക്ക് ഏൽപ്പിച്ചത്? പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. കിട്ടിയില്ലല്ലോ. അല്ല, പിന്നീട് ആരാ വാങ്ങിയത്? ഞാൻ വാങ്ങിയ പല പ്രാവശ്യം ശ്രമിച്ചു. അപ്പോഴാണ് പറഞ്ഞത് മിണ്ടരുത്, അവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞിട്ട്. പിന്നീട് ചെമ്പഴന്തി ഉദയനാണ് ഇത് വാങ്ങിയത്. ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ. അതായത് എൻ്റെ പേര് യൂസുഫ്. യൂസുഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയറാവുന്നതിന് മുമ്പ് എൻ്റെ യൂസുഫിൻ്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്നും ആരെയും മാറ്റിയിട്ടില്ല. ഒന്ന് രണ്ടുപേരെ കൂടെ സഹായിക്കാൻ വേണ്ടി വച്ചതേ ഉള്ളൂ. യൂസുഫ് എത്രയോ യൂസുഫിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ടു കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ രേഖകൾ, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെയും വീടറിയാം. അജണ്ടകൾ വീട്ടിലെത്തിക്കുന്ന അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇവരൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസുഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങളെ തരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഒന്നുകിൽ അടുത്ത ആളിന് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കുക. ഇത് ബലപ്രയോഗത്തിലൂടെ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരുമ്പോഴേക്കും ആ ജീവനക്കാരനല്ലേ ബാധിക്കും. ഇന്ന് ഇത്രയും മാധ്യമങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ശരിയാണ്.